ഇനിയും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിൽ താമസിക്കുമ്പോൾ അവൻ പല സ്ഥലങ്ങളിലും പല സഭകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ആ സ്ഥലങ്ങളിലൊന്നും അവൻ ദീർഘമായിട്ട് താമസിച്ചിട്ടില്ല. എന്നാൽ എഫെസോസിൽ അവൻ വളരെ ദീർഘനാൾ താമസിച്ചു. അവിടുന്ന് അവൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:17 എഫെസോസിലുള്ള മൂപ്പന്മാരെ അവൻ വിളിച്ചു വരുത്തി. അവരോട് സംസാരിക്കേണ്ടതാണ് മിലത്തോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് അവരോട് പറഞ്ഞു, 31-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 20:31, ഞാൻ പകലും രാത്രിയിലും ഏതാണ്ട് 3 വർഷക്കാലം നിങ്ങൾ ഓരോരുത്തരോടും കണ്ണുനീരോടുകൂടെ ഞാൻ ബുദ്ധി ഉപദേശിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് പ്രസംഗിച്ചത്, വ്യാജമായ കണ്ണീരല്ല. ചില ആളുകൾക്ക് കൃത്രിമമായിട്ട് കണ്ണുനീരുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അവർ ആളുകളെ വികാരഭരിതരാക്കും. ഇതല്ല, അത് അഭിനയമാണ്. പൗലോസ് അഭിനയിക്കുകയല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമാണ്. ഈ വിശ്വാസികൾ അവർ പാപത്തെ ഗൗരവമായിട്ട് എടുക്കണമെന്ന്. അതുകൊണ്ടാണ് അവൻ അവർക്ക് വേണ്ടി കരഞ്ഞത്. യെരമ്യാവ് ഒരിക്കൽ പറഞ്ഞതുപോലെ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നെങ്കിൽ ഞാൻ രഹസ്യത്തിൽ പോയി കരയും. പൗലോസും അതുപോലെ തന്നെയായിരുന്നു. പൗലോസ് കണ്ണുനീരോടുകൂടി അവർക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ജനത്തോട് കരുണയുള്ളവർക്ക് മാത്രമേ ദൈവം തൻ്റെ വചനം നൽകുകയുള്ളൂ. മിക്കപ്പോഴും ദൈവം തൻ്റെ ദാസന്മാർക്ക് ദൈവത്തിൻ്റെ വചനം നൽകാതിരിക്കുന്നതിനുള്ള കാരണം അവരാ ജനത്തെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. അവർക്കറിയാവുന്ന ഒരേ കാര്യം അവരെ ശാസിക്കുകയും അവരെ തിരുത്തുകയും മാത്രമാണ്. പൗലോസും അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. ദൈവജനത്തോട് അവൻ വളരെയധികം കരുണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിന് ദൈവവചനം നൽകപ്പെട്ടത്. അവൻ എപ്പോഴും വചനമുണ്ടായിരുന്നു. അതുകൊണ്ട് രാപ്പകൽ 3 സംവത്സരം അവരെ ഉപദേശിച്ചു. അത് എത്രയാണെന്നൊന്ന് കണക്ക് കൂട്ടി നോക്കി. അവൻ സാധാരണ അതിരാവിലെ പ്രസംഗിക്കും, പിന്നെ രാത്രിയിലും. 17-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ജോൺ വെസ്ലി ഇതുപോലെയായിരുന്നു. ആളുകൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതിരാവിലെ 5 മണിക്ക് പോയി അവൻ അവരോട് പ്രസംഗിക്കുമായിരുന്നു. അത് കേൾക്കാനായിട്ട് ആളുകൾ വന്നു. 6 മണിക്ക് ആളുകൾ ജോലിക്ക് പോകും. അതിനു മുമ്പ് അവരോട് പ്രസംഗിച്ചിട്ട് അവൻ മടങ്ങി വരും. 5 മണിക്ക് പ്രസംഗിക്കാനായിട്ട് പോകുന്ന ഒരാൾ എന്ന് മാത്രമല്ല, ആളുകൾ അത് കേൾക്കാനായിട്ട് ഒരുമിച്ച് കൂടി വരികയും ചെയ്തു. ജോലിക്ക് പോകുന്നതിന് മുമ്പ് 5 മണിക്ക് ഒരു പ്രസംഗം കേൾക്കാനായിട്ട് വരിക. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയുമോ? ഇല്ല. പിന്നെയും വൈകിട്ട് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പം അവൻ അവരെ കൂട്ടി വരുത്തുമായിരുന്നു. അങ്ങനെ രാവിലെയും വൈകിട്ടും 1 വർഷം അവൻ പ്രസംഗിക്കുമ്പോൾ അതേതാണ്ട് 730 പ്രസംഗങ്ങളുണ്ടായിരിക്കും. അങ്ങനെ 3 കൊല്ലം പ്രസംഗിച്ചപ്പോൾ നമുക്ക് വേണേൽ പറയാം അതേതാണ്ട് 2200 പ്രസംഗങ്ങൾ. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ 2200 പ്രസംഗങ്ങൾ പൗലോസ് നിന്ന് കേൾക്കുന്നു. ചിന്തിച്ചു നോക്കൂ, പൗലോസ് പ്രസംഗിച്ച 2200 വീഡിയോ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. ഞാനത് മുഴുവനും കേൾക്കാനായിട്ട് ആഗ്രഹിക്കും. അത്രയും പ്രസംഗമാണ് അവൻ പ്രസംഗിച്ചത്. ഈ എഫേസോസിൽ ഏതാണ്ട് 2000-ഓളം പ്രസംഗങ്ങൾ, അതും കണ്ണുനീരോടുകൂടെ. 33-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ആരുടെയും പണം ഒരിക്കലും മോഹിച്ചില്ല. നിങ്ങളൊരു ഷർട്ടോ പാൻറ്റോ ഒരിക്കലും എനിക്ക് തരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്കിതിലൊന്നും താല്പര്യമില്ലായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. 34-ാം വാക്യത്തിൽ. 35-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരികയായിരുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്ന്. എന്നിട്ട് അവൻ മൂപ്പന്മാരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങളെ അറിയിച്ചു. അതിലൊന്നും ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ തർജ്ജനം ചെയ്യുകയും ചെയ്തു. ഞാൻ എല്ലാം നിങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് ഈ ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ചു കൊള്ളുക. 29-ാം വാക്യത്തിൽ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഞാനിവിടെ ഉള്ളിടത്തോളം അവർക്കുള്ളിൽ വരാൻ ഭയമാണ്. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അവരകത്ത് വരും. എനിക്കറിയാം, പൗലോസ് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവിടെ 5 മൂപ്പന്മാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 6. അത് എത്ര വലിയ സഭയായിരുന്നെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഭിന്നതയുള്ളവരാകും. തമ്മിൽ നിങ്ങൾ ചേർന്ന് പോകില്ല. ഇപ്പം നിങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഞാനിവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാൻ പോയി കഴിയുമ്പം ചെന്നായ്ക്കൾ അകത്ത് വരുമെന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ നിങ്ങളുടെ കൂടെ ആളുകളെ കൂട്ടും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതായിരിക്കില്ല,
അവരെല്ലാം സഭ വിട്ട് ഓരോരുത്തർ ഓരോ സഭ കൂടുമെന്നല്ല, 5 മൂപ്പന്മാരും 5 സഭ ആരംഭിക്കുമെന്നല്ല. സഭയ്ക്കുള്ളിൽ തന്നെ മൂപ്പന്മാർക്ക് അവരവരുടെ ഇഷ്ടക്കാർ കാണും. ഇവരെയൊക്കെയാണ് എനിക്കിഷ്ടം. മറ്റൊരു മൂപ്പന് ഇഷ്ടക്കാരായ വേറെ ചിലരുണ്ട്. മൂന്നാമത്തെ ആൾക്ക് അവൻ്റെ ഇഷ്ടക്കാരുണ്ട്. നാലാമത്തെ ആൾക്ക് അവൻ്റെ ഇഷ്ടക്കാർ, അഞ്ചാമത്തെ ആൾക്ക് അവൻ്റെ ഇഷ്ടക്കാർ. അവരവൻ്റെ ശിഷ്യന്മാരാണ്. ഒരാൾ ഇവൻ പറയുന്നത് കേൾക്കും, വേറൊരാൾ അവൻ പറയുന്നത് കേൾക്കും, മറ്റൊരാൾ വേറൊരാൾ. ഇതാണ് സഭയെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് സംഭവിച്ചത്. എന്നാൽ പുറമേ നോക്കിയാൽ ഒരു സഭയാണ്. എഫെസോസിലുള്ള ഏക സഭ, അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ. അത് വിഭജിക്കപ്പെട്ടില്ല. 30-40 കൊല്ലം നല്ലത്. എന്നാൽ എഫെസോസിലുള്ള ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? 40 കൊല്ലത്തിന് ശേഷം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എഴുതിയതിനു ശേഷം ഏതാണ്ട് 40 വർഷം കഴിഞ്ഞ ശേഷമാണ്. അത് എഫെസോസിലെ ദൂതനോടാണ് പറയുന്നത്. ദൂതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂപ്പൻ. ആ എഫെസോസിലുള്ള മൂപ്പനോടാണ് ഈ കാര്യം പറയുന്നത്. ശരിയാണ്, നിനക്ക് പല നല്ല കാര്യങ്ങളും ഉണ്ട്. പൗലോസ് നിങ്ങളെ പല നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു. ഇപ്പോഴും കോൺഫറൻസുകളുണ്ട്, നിങ്ങൾ നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, നിങ്ങൾ പാട്ടുകളൊക്കെ നന്നായിട്ട് പരിശീലിക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ ഇപ്പോഴും ഉണ്ട്, പല നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തികളുണ്ട്. നിങ്ങളിൽ എനിക്ക് പല നല്ല കാര്യങ്ങളും കാണാൻ കഴിയുന്നു. നിങ്ങൾ കഠിനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. നീ ഇപ്പോഴും പാപത്തിനെതിരെ പ്രസംഗിക്കുന്നു. കള്ള അപ്പോസ്തലന്മാർ വന്നാൽ നിങ്ങളവരെ പുറത്തു നിർത്തുന്നു. എൻ്റെ നാമനിമിത്തം നീ പലതും സഹിക്കുന്നു. നിനക്ക് സഹിഷ്ണുതയുണ്ട്. എന്നാൽ 4-ാം വാക്യത്തിൽ നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല. ആരംഭത്തിൽ നീ എന്നെ സ്നേഹിച്ചതുപോലെ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നില്ല. ആരംഭത്തിൽ ചെയ്തതുപോലെ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടക്കാരുണ്ട്. നിനക്ക് ചിലരോട് പ്രത്യേക സ്നേഹമാണ്. നിനക്ക് വേറെ ആൾ, നിനക്ക് വേറെ ആൾ, നിനക്ക് വേറെ ആൾ. പൗലോസ് എന്തു പറഞ്ഞോ അതുപോലെ തന്നെ. എന്നാൽ പുറമേ ഒരു സഭ തന്നെയാണ്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. കർത്താവേ, അതത്ര ഗുരുതരമാണോ? ആണ്. 5-ാം വാക്യത്തിൽ നീ വീണിരിക്കുന്നു, നീ അതിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും. ഒരു സഭയായിട്ട് ഞാൻ നിങ്ങളെ അംഗീകരിക്കുകയില്ല. എന്നാൽ 7-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ചിലരുണ്ട്, അവരിതിന്മേൽ ജയമുള്ളവരാണ്. അവർ പരിശുദ്ധാത്മ പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ. അതുകൊണ്ട് ഈ സഭയിൽ അവരുടെ മൂപ്പന്മാർ പിന്മാറിപ്പോയി സ്വന്തക്കാരുടെ കൂട്ടം ഉണ്ടാക്കിയെങ്കിലും ദൈവത്തിന് ചില ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. എന്നാൽ അവരൊരു ജയജീവിതം നടത്തി. അവരവരുടെ ജീവിതത്തിൽ പരിശോധനകളെ ജയിച്ചു. അവർക്ക് ആരോടും പ്രത്യേകിച്ച് പക്ഷപാതമില്ലായിരുന്നു. അവർ സ്നേഹത്തിലും താഴ്മയിലും നിർമ്മലതയിലും ജീവിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. എന്താണ് അവർ കൊടുത്ത മുന്നറിയിപ്പ്? 5-ാം വാക്യത്തിൽ ഞാൻ നിലവിളക്ക് മാറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സഭയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകും. ഉദാഹരണത്തിന്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. 5-ാം വാക്യം, സങ്കല്പിക്കുക, ആ മൂപ്പന്മാർ മാനസാന്തരപ്പെട്ടില്ല. കർത്താവ് ആ സഭ വിട്ടിട്ട് പുറത്തേക്ക് പോയി. അവിടെയുള്ള ജയാളികൾ എന്തു ചെയ്യും? ഒരു കല്യാണശാലയിൽ നിന്ന് കാന്തൻ അവിടുന്ന് പോകുമ്പം ആ കാന്ത എന്തായിരിക്കും ചെയ്യുന്നത്? കാന്ത അവിടെ നിൽക്കില്ല. കാന്തൻ പോയാൽ കാന്തയും അവനോടൊപ്പം പോകും. എന്നാൽ ഈ മറ്റുള്ളവരൊക്കെ അവിടെ തന്നെ നിൽക്കും. ഈ ജയാളികളാണ് അവിടെ കാന്ത. അവർ മനസ്സിലാക്കും, കാന്തൻ ഇവിടെ ഇല്ല. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആ അഭിഷേകം അതിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാന്തൻ പോകുന്ന അവർ കാണുമ്പം അവരവിടുന്ന് പുറത്തേക്ക് പോകും. ഒരു പക്ഷേ 10 പേര്. അവരൊരുമിച്ച് കൂടി മറ്റൊരു സഭ എഫെസോസിൽ തുടങ്ങും. എന്നാൽ ആ വലിയ 600 പേര് കൂടുന്ന ആ സഭ അവരെ നിന്ദിക്കും. നോക്കൂ, ആ മത്സരികളെ അവരോടൊന്ന് മത്സരിച്ച് പോയി. ദൈവത്തിൻ്റെ ശാപം അവരുടെ മേൽ വരും. എന്നാൽ കർത്താവ് അവിടാണ്. ഇതുതന്നെയാണ് പിന്നെയും 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 സംഭവിക്കുന്നത്. നോക്കൂ, 10 പേരുടെ ആ കൂട്ടം തിരസ്കരിക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ കാണും. ശൗലിനെ പോലെയാണ് ഒന്നാമത്തെ കൂട്ടം. പൗലോസിൻ്റെ കാലത്ത് നന്നായിട്ട് തുടങ്ങി.
ശൗല് പിന്മാറിപ്പോയതുപോലെ അവരും പോകുന്നു. എന്നാൽ ദാവീദിനെ പോലെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. നന്നായിട്ട് തുടങ്ങുന്നു. ദാവീദിന് സംഭവിച്ച പോലെ ഈ 10 പേരുടെ ഗ്രൂപ്പ് അവർ പയ്യെ 500 പേരാകുന്നു. അവർക്കും അതുപോലെ തന്നെ സംഭവിക്കുന്നു. കർത്താവ് അവിടെ നിന്നും പോകുന്നു. ആ രണ്ടാമത്തെ കൂട്ടത്തിലും ചില ജയാളികളുണ്ട്. അവർ പോയി എഫെസോസിൽ 3ാമത്തെ ഒരു സഭയുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഈ നൂറ്റാണ്ടുകളെല്ലാം സംഭവിച്ചത്. അങ്ങനെയാണ് 2000 വർഷമായിട്ട് ഈ സഭകളെല്ലാം ആരംഭിച്ചത്. ചില ആളുകൾ സഭയിലുണ്ടാകുന്ന ഈ മൂല്യച്യുതിയിൽ മടുത്തിട്ട് അവർ പറയും, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കണം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ സഭകളൊക്കെ ആരംഭിച്ചത്. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾ എത്രയോ ശക്തമായിരുന്നത്. മുഴുവൻ കത്തോലിക്ക സഭയ്ക്കെതിരെയും എന്തൊരു മുന്നേറ്റമായിരുന്നു അത്. അനേകം ആളുകൾ ശരിക്കും വീണ്ടും ജനിച്ചു. ഇന്ന് പോയൊരു ലൂതറൻ സഭയിൽ നിങ്ങളിരുന്നേ. മാർട്ടിൻ ലൂതർ ഇന്ന് ലോകത്തിലേക്ക് തിരിച്ചു വന്നാൽ അവൻ ലൂതറൻ സഭയിൽ ചേരില്ല. 17ാം നൂറ്റാണ്ടിൽ ജോൺ വെസ്ലി എന്ന് പറയുന്ന ആ മനുഷ്യൻ ലൂതർ സ്ഥാപിച്ച ആ സഭയിലായിരുന്നു അവനും ഉണ്ടായിരുന്നു. ആ നാളുകളിൽ അത് ആംഗ്ലിക്കൻ സഭയായിരുന്നു. അവൻ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പ്രസംഗിച്ചു. അതിന് അനുവദിച്ചില്ല. അവരവനെ പുറത്താക്കി. അവൻ പോയി തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. സാവകാശം ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അവർ മെത്തഡിസ്റ്റ് സഭ തുടങ്ങി. ഇവിടെയും അവിടെയുമായിട്ട് പല സഭകൾ. ആ കാലത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഏറ്റവും ദൈവഭക്തരായ മനുഷ്യർ അവർ ഈ മെത്തഡിസ്റ്റ് സഭയിലായിരുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് പോയി ഏതെങ്കിലും മെത്തഡിസ്റ്റ് സഭയിലിരുന്നേ, 250 വർഷത്തിന് ശേഷം ജോൺ വെസ്ലി ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങി വന്നാൽ അവൻ മെത്തഡിസ്റ്റ് സഭയിൽ ചേരില്ല. പിന്നെ ബ്രദറൻ സഭ പോലെയുള്ള ചില സഭകളെ ദൈവം ഉയർത്തിക്കൊണ്ട് വന്നു. അതുപോലെ പല സഭകൾ. അതുപോലെ അന്ന ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ. ഇവരൊക്കെ ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. ഇങ്ങനെയുള്ള ചെറിയ കൂട്ടങ്ങൾ അവർ സത്യത്തിന് വേണ്ടി നിന്നു. മറ്റുള്ളവർ അവരെ ഉപദ്രവിച്ചു. അവർ പലരും കൊല്ലപ്പെട്ടു.